തോന്നുമ്പോൾ തോന്നണതുണ്ടാക്കി കഴിക്കണം. അങ്ങനെ കഴിക്കണമെങ്കിലോ ഇങ്ങനെ ചെയ്തു വെക്കണം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 8 പത്തല്ലി വെളുത്തുള്ളി, 4-5 കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഈ കാണുന്ന സ്പൈസസും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ദാ ഇതുപോലെ. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച് 2 കിലോഗ്രാം ബീഫിലേക്ക് നമ്മൾ ചതച്ച് വെച്ച മസാലക്കൂട്ടും ചേർത്ത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അടുപ്പിച്ച് തീ ഓഫ് ചെയ്ത് എയർ മുഴുവനായും പോയതിനു ശേഷം മൂടി തുറന്ന് നോക്കുമ്പോൾ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് വറ്റിച്ചെടുത്ത ബീഫിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്ത് ചെറുതീയിലൊന്ന് മൂപ്പിച്ചെടുത്ത ബീഫ് ഫ്രൈ റെഡി. ഇനിയിപ്പോൾ ബീഫ് റോസ്റ്റ് കഴിക്കണോ, ഈ ബീഫിൽ നിന്ന് കുറച്ചെടുത്ത് സവോളയിൽ ഒന്ന് വഴറ്റിയെടുത്ത ബീഫ് റോസ്റ്റും റെഡി. ഇനി ബീഫ് കറിയാണോ വേണ്ടത്, സവോളയും തക്കാളിയും വാട്ടി ബീഫ് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത ബീഫ് കറിയും റെഡി. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, തോന്നുമ്പോൾ തോന്നണതുണ്ടാക്കി കഴിക്കാമെന്ന്. ചൂടാറിയ ശേഷം ദാ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടാവും എന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ ഹോസ്റ്റലേഴ്സിനും ബാച്ചിലേഴ്സും ഒക്കെ ഇനി അമ്മമാരോട് ചോദിച്ച് മേടിച്ചുണ്ടാക്കിക്കൊണ്ട് പോവാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.